അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനക്കും സുഖം തന്നെ. കുറേ ആയി നമ്മൾ അടുക്കളയിൽ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ എടുക്കാതെ. അതുകൊണ്ട് നമുക്ക് ഇന്ന് നല്ലൊരു ലിവറിൻ്റെ കറി, ചിക്കൻ്റെ ലിവറിൻ്റെ കറി റെസിപ്പി ആയിട്ടാണ് വന്ന് അത് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഗ്യാസ് കത്തിക്കാം. എന്നിട്ട് നല്ലൊരു പാത്രം എടുപ്പത്ത് വെക്കുക. കായട്ട് അങ്ങനെ നമ്മളെ പാത്രം ചൂടായി അതിലേക്ക് ഞാനിതാ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായി അതിലേക്ക് ഞാനിതാ 2 നീരുള്ളിയാണ്. 1 കിലോ ലിവറാണ്, ചിക്കൻ ലിവർ 1 കിലോ. 2 നീരുള്ളി ഇട്ടിട്ടുണ്ട്. നന്നായി നമുക്കിത് വാട്ടാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി ചതക്കിയതാണ്. നന്നായി ഒന്ന് പച്ചമണവല പോട്ട് ഒന്ന് വാടിട്ട് അങ്ങനെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം വാടി അതിലേക്ക് ഞാൻ 2 തക്കാളി ചെറുതായി മുറുക്കിയത് ഇടുന്നുണ്ട്. ഇതും കൂടി ഒന്ന് നന്നായി വാടിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇത് നല്ല ഈ വാടിട്ട് ഇങ്ങനെ നമുക്ക് ഉള്ളി നന്നായി വാടി അതിലേക്ക് ഞാൻ പൊടികൾ ഇടാൻ പോയിട്ട് പോകുന്നത്. 2 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മുളക് പൊടി ഇട്ട് 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നന്നായി ഒന്നിത് നമുക്ക് ഇതിൻ്റെ പച്ച മണമെല്ലാം പോയിട്ട് പൊടികളാണ് മണമെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ലിവർ ഇടാം. ഇതാ 1 കിലോ ലിവറാണ്. നല്ല കഴുകി വൃത്തിയിൽ കഴുകിയിട്ട് ഞാൻ വെച്ച് അത് അതിലേക്ക് ഞാൻ ചെരിഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല വേവുണ്ടാവും ലിവറിന്. ഇതിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് വരും. നമ്മൾ വെള്ളം കൂട്ടിയൊന്നും വേണ്ട. നല്ല ഉപ്പുണ്ടോ നോക്കിയിട്ട് വെള്ളം ഇറങ്ങിയിട്ട് വരും. നല്ല ഉപ്പുണ്ടോ നോക്കിയിട്ട് വെള്ളം ഇറങ്ങിയിട്ട് വരും. കറ്റുപ്പുണ്ട്. ഇനി വേവട്ട് നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. വേവട്ട് അങ്ങനെ ലിവർ കറി അടുപ്പത്ത് വേകുന്നുണ്ട്. ഞാൻ പത്തിൽ ചുടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്ച്ചോറുണ്ട്. മോൻ്റെ ഓളെ പുറക്ക് നേർച്ചയുണ്ടായിനി. അപ്പോൾ നേർച്ച കഴിഞ്ഞിട്ട് കുറച്ച് നെയ്ച്ചോറ് കൊണ്ടുവന്നിനി. അപ്പോൾ അനക്ക് നെയ്ച്ചോറ് വേവിച്ചുകൂടാ, എണ്ണൻ്റെ ഒന്ന് കഴിച്ചുകൂടാന്ന് ഡോക്ടർ പറഞ്ഞു, കൊളസ്ട്രോൾ കൂടിയോണ്ട്. അപ്പോൾ അനക്കും വേണ്ടിയിട്ട് ലേശം പത്തിൽ ചൂടുന്നത് ഞാൻ കുറച്ച് അത്രയും ചൂടുന്നില്ലും അത് പുതുക്കിയിട്ട് ചൂടാന്ന് വിചാരിച്ച്. അങ്ങനെ നല്ല ലിവർ കറിയും പത്തിലും തിന്നാല. അനക്ക് മാത്രം കേട്ടോ പത്തിന്. ഇവർക്കെല്ലാം നെയ്ച്ചോറ്, നല്ല ലിവർ കറി. അനക്ക് പത്തിന്. അങ്ങനെ നമ്മളെ പത്തിൽ ഇതാ ഇവിടെ റെഡിയായി. ഇതാ നല്ല ചൂടിൻ്റെ പത്തിലും നല്ല ലിവർ കറിയും
ഇത് നമുക്ക് തിന്നുമ്പോൾ നല്ല ഇതിൽ കാണാം കേട്ടോ മക്കളെ, തിന്നുമ്പോൾ കാണാം. ഇങ്ങനെ നമ്മളെ ലിവർ വെന്തോ നോക്കാം നമുക്ക്. നന്നായി വെന്ത് നല്ല ഇതിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പും ഇടാം. കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കറിവേപ്പും ഇട്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം. അങ്ങനെ കറി നമ്മൾ റെഡിയായി ഇടാൻ. അങ്ങനെ നമ്മളെ ലിവർ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നിട്ടുണ്ട്. നല്ല ചോറ് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ചോറ്. ഇത് കൊകല പള്ളിയിലത്തെ ചോറാണ്. അടിപൊളി ചോറ്, ലിവർ കറി, അനക്ക് പത്തിലാണ് കേട്ടാ. ചൂടില്ല പത്തില് തിന്നിട്ട് മക്കളെ. അങ്ങനെ ഇതാ നല്ല അടിപൊളി ലിവർ കറിയും പത്തില്, നെയ്ച്ചോറ് ലിവർ കറി മാപ്പിള തിന്നുന്ന് ഇസ്മീൻ കൂടി തിന്നിട്ട്. അങ്ങനെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.